മരണം വരെ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള യോഗ്യതയും അർഹതയൊന്നും എനിക്കില്ല. അത് ഞാൻ മനസ്സിലാക്കണമല്ലോ. നാളെ തന്നെ ഞാനിവിടുന്ന് പൊക്കോളാം. അങ്ങനെ സ്വന്തം നിലയ്ക്ക് എങ്ങോട്ട് പോകും? അത് വേണ്ട, ഒരു സ്ഥലം ഏർപ്പാടാക്കാം. അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ പറ്റും. അത് നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ? അത് വേണ്ട. എവിടെ നിന്നോ വന്ന ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അങ്ങനെ ഞങ്ങളുടെ ബാധ്യത ഒന്നും കാര്യമാക്കണ്ട. ഞാനും സത്യനും ശ്യാമും ഒക്കെ ചേർന്ന് അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നതാ. അവരും കൂടി ആവശ്യപ്പെട്ടിട്ടാ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ അമ്മയ്ക്കത് ഇഷ്ടപ്പെടുവോ? എൻ്റെ പേരിൽ നിങ്ങൾ അമ്മയും മക്കളും തമ്മിൽ അകലാൻ പാടില്ല. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. നാളെ തന്നെ പറ്റിയൊരിടം കണ്ടെത്താലോ അല്ലേ? നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാനിവിടുന്ന് പടിയിറങ്ങാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തോളാം മോനെ. ശരി, എന്നാ ഇന്ദ്രൻ പോയി കിടന്നു. ഞാനും ഒന്ന് കിടക്കട്ടെ. ഇരിക്കുമോളെ. ഇന്ദ്രൻ പറഞ്ഞ ശേഖരനത് അനുസരിക്കും. ഇനിയിപ്പോ അതേ ഒരു വഴിയുള്ളൂന്നാ എനിക്ക് തോന്നുന്നത് മോളെ. ശേഖരൻ ആ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഏറ്റവും ധർമ്മസങ്കടത്തിലാവുന്നത് ഇന്ദ്രനായിരിക്കും. അത് നിന്നെയും എന്നെയും ഒക്കെ മാനസികമായിട്ട് ബാധിക്കും. അതിലും നല്ലത് ശേഖരന് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള മറ്റൊരിടം കണ്ടെത്തി കൊടുക്കുന്നതല്ലേ? അച്ഛാ, അത് നമുക്ക് ആദ്യമേ ആകായിരുന്നില്ലേ? ഒരുപക്ഷെ അച്ഛനോ ഞാനോ പറഞ്ഞാലും അദ്ദേഹം ആ വീട്ടിലേക്ക് പോകാതിരിക്കുമായിരുന്നു. അവിടെ അദ്ദേഹം എത്തുകയും ഇത്രയും നാളെ എല്ലാ കഷ്ടപ്പാടുകളും അപമാനവും സഹിച്ച് അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്ത ശേഷം ആ പാവത്തിന് മടങ്ങേണ്ടി വരുന്ന ഓർക്കുമ്പോഴ എനിക്ക് വിഷമം. എന്തിനു വേണ്ടി വന്നോ അതൊന്നും ആ മനുഷ്യന് നേടാൻ പറ്റിയില്ല. ഭാര്യയുടെ അംഗീകാരം പോട്ടെ, സ്വന്തം മക്കളെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അച്ഛാന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇനി അതിനെ ശേഖരന്റെ പരാജയമോ നഷ്ടമായിട്ടൊന്നും കാണണ്ട മോളെ. അവൻ ഭാര്യയുടെയും മക്കളുടെയും അടുത്തെത്തി അവരെ കാണുകയും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തല്ലോ. ശേഖരനിനി തിരിച്ചുപോയ നഷ്ടബോധം ഉണ്ടാവാൻ പോകുന്നത് സ്വന്തം അച്ഛനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആ മക്കൾക്കും ജീവിത അവസാനം വരെ താങ്ങും തണലുമായി മാറേണ്ടിയിരുന്ന ഭർത്താവിനെ കൈവിട്ട് കളഞ്ഞ സുശീലയ്ക്കുമായിരിക്കും. ഇല്ല ചാ, എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒന്നും മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. കുറച്ചെങ്കിലും ആ മനുഷ്യനോട് ദയുള്ളത് ഇന്ദ്രേട്ടന് മാത്രമാ. എന്നാലും അമ്മയുടെ വാശിക്ക് മുന്നില് ഇന്ദ്രേട്ടന് വഴങ്ങേണ്ടി വന്നില്ല. മോളെ, വാശിയും വൈരാഗ്യമൊന്നും എല്ലാ കാലവും അംഗീകരിക്കപ്പെടില്ല. അത് വെച്ച് പുലർത്തുന്ന വ്യക്തികൾ പോലും ഒരു നാൾ ഒറ്റപ്പെടും. എന്നെന്നും നിലനിൽക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം മാത്രമായിരിക്കും.
ഒന്ന് മോൾ ഓർത്തു വെച്ചു.